നമുക്കിന്നൊരു ഉഷാർ ഡിന്നർ ആയാലോ? ബീഫ് സ്റ്റൂവും ചപ്പാത്തിയും എങ്ങനെയിരിക്കും? അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ വായോ നോക്കാം. നമ്മൾ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് സ്റ്റൂ കറി വയ്ക്കാം കേട്ടോ. ഫസ്റ്റ് ഇതേ കുറച്ച് വെജീസൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിനകത്തേക്ക് ബീഫ് തട്ടിയിടുന്നുണ്ട് കേട്ടോ. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും കുറച്ച് ഉപ്പ് പോരായ്മ ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി അടച്ച് വെച്ച് വേവിച്ചു കേട്ടോ. അന്നേരമാണ് തേങ്ങാപ്പാലിനുള്ള തേങ്ങ വെളിയിലാണെന്നല്ലോ എന്ന് ഓർക്കുന്നത്. അന്നേരം നമ്മളിത് അത് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം തേണ്ടേ അത് വെന്ത് എന്നുള്ള സിഗ്നൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു ചട്ടിയിലേക്ക് ക്യാരറ്റും കിഴങ്ങും അതുപോലെ തക്കാളിയൊക്കെ ഇട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതും ഇതിനകത്തേക്ക് വെന്ത ബീഫിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്തെടുക്കണം? വീണ്ടും അടച്ച് വെക്കുക. ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ വേവിച്ചെടുക്കുക. അന്നേരം നമുക്കിനി തേങ്ങ പൊട്ടിക്കാം. തേങ്ങ പൊട്ടിക്കുമ്പോഴത്തേനും പണ്ടുള്ള ശീലമാണ്, പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോഴത്തേനും ഇവിടെ ഗ്ലാസ്സുമായിട്ട് ഫ്രണ്ടിൽ വന്നിങ്ങനെ നിൽക്കും കേട്ടോ. അന്നേരം തേങ്ങ വെള്ളം കിട്ടുമ്പം നല്ലൊരു റിഫ്രഷിങ് ഫീലാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ടുണ്ട്. അമ്മ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ക്ഷീണം മൊത്തം എനിക്കാണ് കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് കുറച്ച് മഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒരു സന്തോഷമല്ലേ? എന്നിട്ട് ബീഫ് വെന്തോ നോക്കുന്നുണ്ട്. ബീഫ് വെന്തെന്ന് തോന്നിയപ്പോൾ അമ്മ എന്തെടുത്തെന്നറിയാമോ? അതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പോരാത്ത മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരത്തേക്ക് നമ്മുടെ ബീഫ് സ്റ്റൂ റെഡിയായി. ചപ്പാത്തിയും അന്നേരത്തേക്ക് നമ്മൾ ചുട്ടെടുത്തു. എന്നിട്ട് 2 ചപ്പാത്തിയും കുറച്ചധികം ബീഫ് സ്റ്റൂവും കൂടെ എടുത്തിട്ട് ഇതുകൊണ്ട് ആ കിഴങ്ങും ക്യാരറ്റും ഒരു പീസ് ബീഫും കൂടെ വെച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കുക. എൻ്റെ പൊന്നോ സ്വർഗം! കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് കഴിച്ചു നോക്കണേ കേട്ടോ.